നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല ദിവസം ദൈവവചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ ദൈവം നൽകിത്തന്ന വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. തുടർമാനമായി നമ്മൾ തിരുവചനത്തിലൂടെ ഉള്ള സത്യങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് നമുക്ക് വളരെ അനുഗ്രഹവും ആശീർവാദമായും തീരും എന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനേകരുടെ നല്ല ആലോചനകളും അവർ അനുഭവിക്കുന്നതായിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. പ്രത്യേകാൽ ഇന്ന് രാത്രിയിലും നമുക്കൊരുമിച്ച് ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് തന്ന വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത നിങ്ങളോട് പകരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുന്നു. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീം ദേശത്തു വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരിക്കുന്നു എങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളേണം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ച് അവർക്ക് വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന ദേശത്തേക്കുള്ള മരുപ്രയാണ യാത്രയിൽ അവർ വളരെ ക്ഷീണിച്ച്, നാളെ ഞങ്ങൾ എന്താണ് കഴിക്കാൻ കഴിയുന്നത്, ഭക്ഷിപ്പാൻ ഞങ്ങൾക്ക് എന്താണ് ഉള്ളത് എന്ന് ഉള്ള ആ ചിന്ത അവരിലേക്ക് വരികയും അവർ ദൈവത്തിനും ദൈവത്തിൻ്റെ ദാസന്മാർക്കും വിരോധമായി പെറുപെറുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ സംഘത്തെ മുഴുവൻ പട്ടിണിക്കിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. അപ്പോൾ ഈ മരുഭൂമി യാത്രയിൽ അവർക്ക് ഭക്ഷിപ്പാനായിട്ട് ഒന്നുമില്ല എന്നുള്ള ആ ചിന്ത അവരിലേക്ക് വന്നു. അപ്പോൾ സർവശക്തനായ ദൈവം അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും എന്നാണ്. മാത്രമല്ല അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മോശ പിന്നെയും, യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകും വണ്ണം അപ്പവും തരുമ്പോൾ നിങ്ങളറിയും. യഹോവയുടെ നേരെ നിങ്ങൾ പിറുപിറുക്കുന്നത് അവൻ കേട്ടിരിക്കുന്നു. ഞങ്ങൾ എന്തുള്ളൂ? നിങ്ങളുടെ പിറുപിറുപ്പ് ഞങ്ങളുടെ നേരെയല്ല, യഹോവയുടെ നേരെയത്രേ എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഭക്ഷണത്തിന് വേണ്ടി അവർ ദൈവത്തോട് പിറുപിറുക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം ഈ പിറുപിറുപ്പിൻ്റെ വാക്കുകൾ കേൾക്കുകയാണ്. മോശ പറയുന്നു, നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകും വണ്ണം അപ്പവും തരുമ്പോൾ നിങ്ങൾ അറിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മരുഭൂമിയിൽ
ദൈവം തൻ്റെ ജനത്തെ നടത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ ഉത്തരവാദിത്വമാണ്. തൻ്റെ ജനമാണ്, ശ്രേഷ്ഠ ജനമാണ്, താൻ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്, താൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ജനമാണ്, താൻ വിശുദ്ധീകരിച്ച ജനമാണ്. ഈ ജനത്തെ നടത്തേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതാണ്. പലപ്പോഴും അവർ ദൈവസന്നിധിയിൽ പിറുപിറുക്കുകയുണ്ടായി. വെള്ളത്തിന് വേണ്ടി അവർ പിറുപിറുത്തു, അതുപോലെ ഭക്ഷണത്തിന് വേണ്ടി അവർ പിറുപിറുത്തു. അവർ പറയും, ഇതിനേക്കാളൊക്കെ നല്ലത് ഞങ്ങൾ ആ മിശ്രമിൽ തന്നെ കഴിയുകയായിരുന്നു എന്ന് അവർ പറയുകയാണ്. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നത്, ഞാൻ അവർക്ക് വൈകുന്നേരവും പ്രഭാതത്തിലും, സ്തോത്രം, അവർക്ക് അപ്പവും മാംസവും കൊടുക്കുമെന്നാണ് പറഞ്ഞത്. സ്തോത്രം. ഇന്ന് നാം ചിന്തിക്കുന്ന ആ വിഷയം മരുഭൂമിയിലെ മന്ന എന്നുള്ള വിഷയമാണ്. ഈ മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ സ്വർഗീയ ഭോജനമാണ് ഈ മന്ന എന്ന് പറയുന്നത്. സ്തോത്രം. ഈ മന്ന കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലാണ്. സ്തോത്രം. കാരണം ഈ മന്ന എങ്ങനെയാണ് ഉരുവായെന്നുള്ളത് തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. ആകാശത്ത് നിന്നും ആണ് ഇത് വീണത്. സ്തോത്രം. യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നും വന്നവനാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവൻ്റെ അപ്പമാണ്. യേശു കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. അപ്പം ഈ മന്ന എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് വന്നതാണ്. ഇനി മഞ്ഞിൽ നിന്നാണ് ഇത് ഉരുവായത്. സ്തോത്രം. മഞ്ഞിൽ നിന്ന് ഉരുവായി. യേശു കർത്താവിൻ്റെ ജനനം, ആമേൻ, അത് പരിശുദ്ധാത്മാവിൽ ആയിരുന്നു എന്ന് നമ്മൾ തിരുവചനത്തിലൂടെ പഠിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അപ്പം മഞ്ഞിൽ നിന്നാണ് ഈ മന്ന ഉരുവാകുന്നത്. മഞ്ഞ് പെയ്തു കഴിയുമ്പോൾ ഈ മന്ന താഴേക്ക് വീഴുകയാണ്. ഇനി അതൊരു ചെറിയ വസ്തുവായിരുന്നു. ഇതെന്തിനെ കാണിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ താഴ്മയുള്ള സ്വർഗത്തിൽ നിന്ന് സ്വർഗോന്നതങ്ങളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് താണവേഷമെടുത്തവനാണ്. ഒരു ചെറിയ വസ്തുവായിരുന്നു ഈ മന്ന. ഇനി നാം വായിക്കുമ്പോൾ അത് മധുരമുള്ളതായിരുന്നെന്നാണ് വായിക്കുന്നത്. മധുരമുള്ളതായിരുന്നു. അത് രുചിച്ചറിയുമ്പോൾ ഏറ്റവും മധുരമുള്ളതാണ്. 34 സങ്കീർത്തനം വായിക്കുമ്പോൾ യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. 5-ാമത്തത്, ഇത് നിലത്ത് കിടന്നിരുന്നു എന്നാണ് വായിക്കുന്നത്. സ്തോത്രം. യേശു കിടന്നത് എവിടെയാണ്? വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ അവനെ പശു തൊട്ടിയിൽ കിടത്തി എന്നാണ് വായിക്കുന്നത്. യേശുക്രിസ്തുവാണ് ഈ മന്ന എന്ന് തെളിയിക്കുന്ന 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, അത് ആകാശത്ത് നിന്ന് വീണതാണ്. 2, അത് മഞ്ഞിൽ നിന്ന് ഉരുവായതാണ്. 3, അത് ചെറിയ ഒരു വസ്തുവാണ്. 4-ാമത്തത്, അത് മധുരമുള്ളതാണ്, ഏറ്റവും രുചികരമായതാണ്. 5-ാമത്തത്, അത് നിലത്ത് കിടന്നിരുന്നു എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇനി ചില കാര്യങ്ങൾ കൂടെ ഓർപ്പിക്കട്ടെ. അതിൻ്റെ ഉത്ഭവം ആകാശത്ത് നിന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു. ആമേൻ, സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവന് കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ ഉത്ഭവം ആകാശത്ത് നിന്നാണ്.
2, അതിൻ്റെ പതനം ഈ ഭൂമിയിലാണ്. സ്തോത്രം. ഈ ഭൂമിയിലാണ് അത് വീണത്. സ്തോത്രം. 3, അതിൻ്റെ ആകൃതി വൃത്താകൃതിയിലുള്ളതാണ്. വൃത്താകൃതിയിലുള്ളത്. സ്തോത്രം. ചതുരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഒരു രീതിയിലല്ല, അത് വൃത്താകൃതിയിലുള്ള ഒരു വസ്തു ആയിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവൻ ആരംഭവും അവസാനവും ഇല്ലാത്തവനാണ്. സ്തോത്രം. എബ്രായ ലേഖനം 13:8 നാം വായിക്കുമ്പോൾ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യനാകുന്നു എന്നാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. 4, അതിൻ്റെ പ്രകൃതി, അതിൻ്റെ നിറം വെള്ളയാണ്. വെള്ള അതെന്തിനെയാണ് കാണിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധിയെയാണ് കാണിക്കുന്നത്. 1 പത്രോസിൻ്റെ ലേഖനം 1-16 ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അതിൻ്റെ പ്രകൃതി വെള്ള നിറമാണ്. ഇനി അതിൻ്റെ ലഭ്യത എന്താണ്? അത് ദിനംതോറും ഓരോ ദിവസവും അവർ ഭക്ഷിക്കേണ്ടതിന് ദൈവം അതിന് നൽകിയതാണ്. ദിനംതോറും അതിൻ്റെ ലഭ്യത നിരന്തോറുമാണ്. ഇനി അതിൻ്റെ രുചി എന്താണ്? രുചി തേനെ പോലുള്ള രുചിയാണ്. തേൻ കൂട്ടി സ്തോത്രം തിന്നുന്ന ദോശ എന്നാണ് ഇതിനെക്കുറിച്ച് സ്തോത്രം നാം വായിക്കും. തേൻ കൂട്ടി തിന്നുന്ന ദോശ. അത്രമാത്രം രുചികരമായതാണ് ഈ മന്ന എന്ന് പറയുന്നത്. അതിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് എല്ലാവരും പെറുക്കി പുഷ്ടി പ്രാപിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും. ഇത് കുറച്ച് പേർക്കെന്ന് മാത്രമല്ല, ഇസ്രായേൽ ജനത്തിന് മുഴുവൻ അവർക്ക് ഭക്ഷിക്കേണ്ടതിന് ശ്രേഷ്ഠത എല്ലാവർക്കും പെറുക്കി പുഷ്ടി പ്രാപിക്കുക എന്നുള്ളതാണ്. ഇനി 8, അതിൻ്റെ നിരോധനം. അത് വെയിലാറിയാൽ അത് കാണുകയില്ല. സ്തോത്രം. വെയിലാറിയാൽ അതിനെ കാണുവാൻ പ്രയാസമാണ്. ഇതാണ് 8 കാര്യങ്ങൾ മന്നായെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇനി ഈ മന്നായുടെ അനുഭവത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 16 അതിൻ്റെ 30 മുതൽ ഉള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 16 30 മുതലുള്ള ചില വാക്യങ്ങൾ. സ്തോത്രം. അങ്ങനെ ജനം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെ വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയുള്ള രുചിയും ആയിരുന്നു. സ്തോത്രം. പിന്നെ മോശ യഹോവ കൽപ്പിക്കുന്ന കാര്യമാവിത്, ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ച് എടുക്കണം. സ്തോത്രം. അപ്പോൾ ഈ മന്നയെക്കുറിച്ച് പറയുന്നത്, അതിൻ്റെ അവസ്ഥ, അത് മഞ്ഞ് പെയ്യുമ്പോൾ ആ മഞ്ഞിൽ നിന്നാണ് ഇത് ഉരുവാകുന്നത്. സ്തോത്രം. നമ്മൾ തിരുവെഴുത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഈ മഞ്ഞ് പെയ്യുമ്പോൾ ഓരോ കൂടാരത്തിൻ്റെ മുൻപിലും രാവിലെ മഞ്ഞ് പെയ്യുകയാണ്. മഞ്ഞ് പെയ്ത ഉടനെ ഈ മന്ന സ്വർഗത്തിൽ നിന്ന് പൊഴിയുകയാണ്. അപ്പോൾ ഇങ്ങനെ പൊയ്ത് കിടക്കുന്നതായ ഈ മന്ന ഇതെന്താണെന്ന് ഇസ്രായേൽ മക്കൾ അറിയത്തില്ലായിരുന്നു. അവരോരോരുത്തരും ഇതെന്താണ് എന്ന് അവരന്വേഷിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അതിന് പേരിട്ടത് മന്ന എന്നാണ്. സ്തോത്രം. ഈ മന്നയെക്കുറിച്ച് നമ്മൾ പഠിക്കും. അത് കൊത്തമ്പാലരി പോലെ ഇരിക്കുമെന്നാണ് പറഞ്ഞത്. കൊത്തമ്പാലരി. നമ്മുടെ മലയാള ബൈബിളിലാണ് കൊത്തമ്പാലരി എന്നെഴുതിയിരിക്കുന്നത്. തമിഴ് ബൈബിളിൽ ഇങ്ങനെ എഴുതി, അത് കൊത്തമല്ലി പോലെ ഇരിക്കും. കൊത്തമല്ലി. നമ്മൾ ഈ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ കൊത്തമല്ലി നമുക്ക് മേടിക്കാൻ കിട്ടും. അത് അന്നേക്കുള്ളതാണ്. നാളത്തേക്ക് നമ്മൾ വെച്ചാൽ അത് വാടിപ്പോകും. അപ്പം ഈ മന്നായുടെ അനുഭവം എന്ന് പറയുന്നത്, അത്
ആമേൻ, കൊത്തമല്ലി പോലെ ദിനം തോറും അന്നേക്കുള്ള ആഹാരമാണ് ഈ മന്ന എന്ന് പറയുന്നത്. ആമേൻ, സ്തോത്രം. ഇനി അതിൻ്റെ നിറം എന്താണ്? അതിൻ്റെ നിറം വെള്ളയാണ്. അത് യേശു കർത്താവിൻ്റെ പരിശുദ്ധിയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിപ്പീൻ. യേശുവിൻ്റെ പരിശുദ്ധിയാണ് ഈ മന്നായെ നാം കാണുന്നത്. സ്തോത്രം. മാത്രമല്ല, ആമേൻ, സ്തോത്രം, അത് വെട്ടിത്തിളങ്ങുന്ന ചെതുമ്പല് പോലെ ഉള്ള ഒരു വസ്തുവായിരുന്നുവെന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. വെട്ടിത്തിളങ്ങുന്നത് പോലെ അതിൻ്റെ ആ ഭംഗി എന്ന് പറയുന്നത്, ആമേൻ, വെട്ടിത്തിളങ്ങുന്ന ചെതുമ്പല് പോലെ തിളക്കമുള്ള ഒന്നായിരുന്നു എന്നാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന 16-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. അപ്പം യേശുക്രിസ്തുവിൻ്റെ ഭംഗി, യേശുക്രിസ്തുവിൻ്റെ അഴക്, ആമേൻ, സ്തോത്രം, അവൻ 10,000ങ്ങളിലും സുന്ദരനാണ്, വെണ്മയും ചുവപ്പുമുള്ളവനാണ്, 10,000ങ്ങളിൽ സുന്ദരനാണ്. അവൻ്റെ അഴകിനെ സംബന്ധിച്ച് ഉത്തമഗീതങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ആമേൻ മഹത്വമുള്ള ആ സ്വഭാവം അല്ലെങ്കിൽ ആ അഴകിനെ, ആ സ്വഭാവത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ഇവരെന്ത് ചെയ്യുന്നു അറിയാമോ? ഇവരത്, ആമേൻ, സ്തോത്രം, ദിനം തോറും അവർക്ക് ഭക്ഷിക്കേണ്ടതിന്, ആമേൻ, സ്തോത്രം, ഈ മന്ന എന്ന് പറയുന്നത് തേൻ കൂട്ടി തിന്നുന്ന ദോശ പോലെ അത്രമാത്രം രുചികരമായ ഒരു ആഹാരമായിരുന്നു മന്ന എന്ന് പറയുന്നത്. അപ്പോൾ ഈ മന്നയെക്കുറിച്ച് ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇത് സ്വർഗത്തിൽ നിന്നാണ് വന്നത്. മഞ്ഞ് പെയ്തതിന് ശേഷമാണിത് നിലത്ത് വീഴുന്നത്. നിലത്ത് വീഴുന്നപ്പോൾ അവർക്ക് ഇതെന്തെന്ന് അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല. അവർ പരസ്പരം ചോദിക്കുക, ഇതെന്താണ്. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇതിൻ്റെ പേരാണ് മന്ന എന്ന് പറയുന്നത്. അവർക്കറിയാതിരുന്ന ഒരു കാര്യമാണ്. അതിന് മന്ന എന്ന് പേരിട്ടു. എന്നാൽ ആ മന്നായുടെ സ്വഭാവം എന്ന് പറയുന്നത്, അത്, ആമേൻ, ദിനം തോറും ഭക്ഷിക്കേണ്ടതിന് കൊത്തമ്പാലരി പോലിരിക്കും, കൊത്തമല്ലി പോലിരിക്കും. അതിൻ്റെ നിറം വെള്ളയാണ്. അത് വിശുദ്ധിയെ കാണിക്കുന്നു. അത്, ആമേൻ, സ്തോത്രം, ദിനം തോറും അവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ കൂടാരത്തിൻ്റെ മുൻപിൽ ഇത് ധാരാളം വീണ് കിടക്കും. പക്ഷേ അവർ ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്ത് നോക്കുമ്പോൾ അവർ ഒരു ഇടങ്ങഴി മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. അതെന്താ അങ്ങനെ സംഭവിച്ചത്? നമ്മൾ അബ്രഹാമിൻ്റെ അടുക്കലേക്ക് 3 ദൂതന്മാർ കടന്നു ചെന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വെയിൽ ഉറച്ചപ്പോൾ അബ്രഹാം കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. കൂടാരവാതിക്കൽ ഇരുന്നപ്പോൾ 3 പുരുഷന്മാർ കൂടാരവാതിക്കലേക്ക് വരുന്നത് അബ്രഹാം കണ്ടു. ആ ഇരുന്നതായിരിക്കുന്ന അബ്രഹാം ഈ 3 പുരുഷന്മാരെ കണ്ടപ്പോൾ എഴുന്നേറ്റിട്ട് അവരെ എതിരേൽക്കുവാൻ ഓടിച്ചെന്നാണ് പറഞ്ഞു. ഓടിച്ചെന്നു. എന്നിട്ട് നിലം വരെ കുനിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, യജമാനനെ, അടിയനോട് കൃപയുണ്ടാകണം. അടിയനെ വിട്ട് നീ പോകരുത്. ഞാൻ അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകാം. ഈ വൃക്ഷത്തിൻ്റെ തണലിൽ നിങ്ങൾ ഇരിപ്പീൻ. ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവന്ന് നിങ്ങളുടെ വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു. അബ്രഹാം ഓടിച്ചെന്ന് തൻ്റെ ഭാര്യയായിരിക്കുന്ന സാറായോട് പറഞ്ഞു, 3 ഇടങ്ങഴി മാവ് എടുക്കാൻ പറഞ്ഞു. 3 ഇടങ്ങഴി മാവ്. അങ്ങനെ 3 ഇടങ്ങഴി മാവ് 3 പുരുഷന്മാർക്ക് 3 ഇടങ്ങഴി. സ്തോത്രം. ഇവിടെ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിന് 99 വയസ്സുണ്ട്. ഈ 99 വയസ്സുള്ളതായിരിക്കുന്ന ഈ വാത്സല്യ പിതാവ്, വാർദ്ധക്യത്തിലിരിക്കുന്ന ഈ മനുഷ്യൻ, 3 പുരുഷന്മാർ വന്ന് കണ്ടപ്പോൾ അവർ ഇരുന്ന അവസ്ഥയിൽ നിന്നൊന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവിടെ നിന്ന് ഓടുകയായിരുന്നു. ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. ഇരുന്നു, എഴുന്നേറ്റു, ഓടി നിലം വരെ കുനിഞ്ഞു. എന്നിട്ട് ആ പുരുഷന്മാരോട് പറയുകയാണ്,
യജമാനനെ എന്നാണ് സംബോധന ചെയ്തത്. 3 പേരാണ് അവിടെ വന്നത്. ആദ്യം നിന്നത് സർവശക്തനായ ദൈവമായിരുന്നു. അബ്രഹാം ദൈവത്തെയാണ് ആദ്യമായി കാണുന്നത്. നമ്മൾ 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ആ 2 ദൂതന്മാർ സോദോമിലെത്തി എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ 2 പേര് ദൂതന്മാരും ഒരാൾ സർവശക്തനായ ദൈവവുമായിരുന്നു എന്നറിയാം. എന്നാൽ ഇവിടെ അബ്രഹാം ഈ 3 പുരുഷന്മാരോട് പറഞ്ഞ അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാല് കഴുകാം. ഒരു കുറച്ച് വെള്ളമെടുത്ത് ഈ 3 പുരുഷന്മാരുടെ കാല് കഴുകിയെങ്കിൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ, ഹല്ലേലൂയ, വെള്ളം തൊടാതെ ചെങ്കടലിൻ്റെ അക്കരെ കടത്തി. നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് പോലെ ദൈവം നമുക്കും ചെയ്യും. സ്തോത്രം. 2, തൻ്റെ കൂടാരത്തിൽ അവരെ ഇരുത്തുവാൻ കഴിഞ്ഞില്ല. വൃക്ഷത്തിൻ്റെ തണലിലാണ് അവരെ ഇരുത്തിയത്. അതുകൊണ്ട് ദൈവം അവർക്ക് ചെയ്ത പ്രത്യുപകാരം എന്താണെന്നറിയാമോ? പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ദൈവം അവരെ നടത്തി. തണലിൽ ഇരുത്തിയെങ്കിൽ മേഘത്തിൻ്റെ തണലിലും അഗ്നിസ്തംഭത്തിലും ദൈവം അവരെ നടത്തി. സ്തോത്രം. അടുത്തത് നാം വായിക്കുന്നത്, അവരെ അപ്പം കൊടുത്തത് 3 ഇടങ്ങഴി മാവെടുത്തിട്ടാണ് അപ്പം ഉണ്ടാക്കിയത്. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുത്തപ്പോൾ ഒരടങ്ങഴി എത്ര കൂട്ടി എടുത്തു വെച്ചാലും അവരളന്ന് നോക്കിയപ്പോൾ ഒരിടങ്ങഴി. നമ്മൾ കൊടുക്കുന്നത് പോലെ ദൈവം നമുക്ക് തിരിച്ചു തരും. അവനവൻ അളക്കുന്ന അളവിനാൽ അവനവന് ലഭിക്കും എന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. അങ്ങനെ ഈ മന്ന അവർ ഓരോരുത്തർക്കും അവരുടെ കൂടാര വാതിക്കൽ വീഴുന്നതായിരിക്കുന്ന മന്ന എല്ലാം അവരിങ്ങനെ അളന്നു നോക്കിയപ്പോൾ ഒരിടങ്ങഴിയാണ് അവർക്ക് ലഭിച്ചത്. സ്തോത്രം. മാത്രം ഇനി ഒരു ഇറച്ചി അതവർക്ക് ഒരു കാളയെ അറുത്ത് അതിനെ പാകം ചെയ്ത് ഈ പുരുഷന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നെന്നാണ് വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മന്ന അളന്ന് കൊടുത്തെങ്കിൽ ഇറച്ചി കൊടുത്തത് ഇഷ്ടം പോലെയായിരുന്നു. അത് അളന്നില്ല, അത് തൂക്കിയില്ല. അതുകൊണ്ട് ഇറച്ചി ഇഷ്ടം പോലെ ദൈവം അവർക്ക് കൊടുത്തു. ആമേൻ, സ്തോത്രം. പ്രിയമുള്ളവരെ, ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മന്നായുടെ അവസ്ഥ ഇതായിരുന്നു. അവർ നടന്ന് പെറുക്കുവാൻ പോകണ്ട, തങ്ങളുടെ കൂടാര വാതുക്കൽ തന്നെയാണ് ഇത് വന്ന് വീണത്. ഇങ്ങനെ ശ്രേഷ്ഠകരമായ ഈ ഭക്ഷണം അവർ കഴിച്ച് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള ചില വാക്യങ്ങൾ. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്ന അല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. നോക്കണം, ശ്രേഷ്ഠകരമായ ഭക്ഷണം കഴിച്ച്, ആമേൻ, സ്തോത്രം, കൊത്തമ്പാലരി പോലെ, തേൻകൂട്ടി തിന്നുന്ന ദോശ പോലെ, വെളുത്തതായ മിന്നിത്തിളങ്ങുന്നതായ ഈ ഭക്ഷണം, ഈ മന്ന അവർ ഭക്ഷിച്ചിട്ട് അവർ തൃപ്തി പ്രാപിച്ചവർ ഇപ്പം പറയുകയാണ്, ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചുറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്ന അല്ലാതെ ഒന്നും കാണുവാനില്ല. അപ്പോൾ മന്ന ആരാണ്? കർത്താവായി മിസ്രൈമിലുള്ള ആ ഭക്ഷണം അവർ ഓർക്കുകയാണ്. അവരെ ഓർത്തിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളിപ്പോൾ ആ ഭക്ഷണം ഞങ്ങൾ ഓർക്കുന്നു, ഈ മന്ന അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ കാണുന്നില്ല എന്നവർ പറഞ്ഞു. മന്നയോ കൊത്തമ്പാലരി പോലെയും അതിൻ്റെ നിറം ഗുൽഗുലുവിൻ്റെ പോലെയും ആയിരുന്നു. ജനം നടന്നു പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പമുണ്ടാക്കും. അതിൻ്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ
ദോശ പോലെ ആയിരുന്നു. നോക്കണം, അന്ന് ഈ ആഹാരം അവർ കഴിക്കുന്നത് തേൻ കൂട്ടി തിന്നുന്ന ദോശ പോലെയായിരുന്നു. ഇവിടെ ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയാമോ? സ്തോത്രം, അത് മന്നായോ കൊത്തമ്പാലരി പോലെ. അതിന് കുഴപ്പമൊന്നുമില്ല, എല്ലാ ദിവസവും അവർക്ക് ഈ കൊത്തമല്ലി പോലെ തന്നെയാണ്. രണ്ടാമത് അവർ പറയുന്നത് അതിൻ്റെ നിറം ഗുൽഗുലുവിൻ്റെ നിറം പോലെ. കണ്ടോ, ആ വെള്ള, ആ പരിശുദ്ധി മാറി ഇപ്പോൾ ഗുൽഗുലുവിൻ്റെ നിറയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഒരു തവിട്ട് നിറമാണ് ഗുൽഗുലുവിൻ്റെ നിറമെന്ന് പറയുന്നത്. ഇന്ന് ആ വെള്ള നഷ്ടപ്പെട്ടു പോയി, ആ പരിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഗുൽഗുലുവിൻ്റെ നിറമാണ്. മാത്രമല്ല, അന്ന് ജനം നടന്ന് പെറുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. കാരണം അവരുടെ പാളയത്തിൽ തന്നെ ഇത് വന്ന് പൊഴിഞ്ഞു വീഴുമായിരുന്നു. ഇന്ന് അവർ നടന്ന് പെറുക്കുകയാണ്. നടന്ന് ഈ മന്നായ്ക്ക് വേണ്ടി അവർ നടക്കുകയാണ്. മാത്രമല്ല, തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പം ഉണ്ടാക്കും. നോക്കണേ, എന്നിട്ട് അവർ കഴിക്കുമ്പോൾ അതിൻ്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ ആയിരുന്നു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. ഒരു കാലത്ത് അവർ ഭക്ഷിച്ചതായിരിക്കുന്ന ഈ സ്വർഗീയ മന്ന, ആകാശത്ത് നിന്ന് ദൈവം അവർക്ക് കൊടുത്തതായിരിക്കുന്ന ഈ മന്ന, സ്വർഗത്തിൽ നിന്ന് ആ ജനത്തിന് കൊടുത്തതായിരിക്കുന്ന മന്ന, ഈ മന്ന അവർ ഭക്ഷിച്ചിട്ട് ഇപ്പോൾ അവർ പറയുകയാണ്, ഇപ്പോൾ അത് അതിൻ്റെ നിറം ഗുൽഗുലിൻ്റെ നിറമാണ്. ഇപ്പോൾ നടന്ന് പെറുക്കണം, തിരികല്ലിൽ ഇടിക്കണം, ഉരകല്ലിലിട്ട് ഇടിക്കണം, മാത്രം കലത്തിൽ പുഴുങ്ങണം. ഇങ്ങനെയൊക്കെ ചെയ്തു വന്നാലും അവസാനം അതിൻ്റെ രുചി എങ്ങനെയാണെന്നറിയാമോ? എണ്ണ കൂട്ടി ഉണ്ടാക്കിയ ദോശ പോലെ. പ്രിയമുള്ളവരെ, ദൈവം എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് ഇസ്രായേൽ ജനത്തിന് ഈ ആഹാരം നൽകിയത്. ഇന്ന് അതവർ മറന്നുപോയി. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മരുഭൂമിയിൽ മന്ന തിന്നവർ മരിച്ചുപോയി, എന്നാൽ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഈ മന്ന സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ, സ്തോത്രം. സ്വർഗത്തിൽ നിന്നാണ് ഈ മന്ന തൻ്റെ ജനത്തിനു വേണ്ടി കൊടുത്തത്. 3 മണ്ഡലങ്ങൾ താണ്ടിയാണ് ഈ മന്ന ഈ ഭൂമിയിലേക്ക് വീണത്. സ്തോത്രം. 1 മേഘമണ്ഡലം, 2 നക്ഷത്രങ്ങളുടെ മണ്ഡലം, 3 സ്തോത്രം ദൈവത്തിൻ്റെ സിംഹാസനം. ഈ 3 സ്വർഗങ്ങൾ സ്തോത്രം നാം ദൈവവചനം പഠിക്കുമ്പോൾ ഈ 3 സ്വർഗങ്ങളുണ്ട്. ആ 3 സ്വർഗങ്ങളും 3 അവസ്ഥകളെയും താണ്ടിയാണ് ഈ മന്ന സ്തോത്രം തൻ്റെ ജനത്തിന് നൽകിയത്. ഈ മണ്ഡലങ്ങളൊന്നും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സം ചെയ്യാൻ കഴിഞ്ഞില്ല. മരുഭൂമിയിൽ ശ്രേഷ്ഠകരമായി കൊടുത്ത ഈ മന്ന അവർ ഭക്ഷിച്ചു. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ എത്ര അതിശയകരമായിട്ടാണ് നടത്തുന്നത്. ഈ മന്ന യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ ഒരു നിഴലായിട്ടത് നിൽക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നുവെന്ന് കർത്താവ് പറഞ്ഞു. അതുതന്നെയാണ് ഈ മന്ന. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് സ്തോത്രം, ഇതിനെ നാം ഭക്ഷിക്കുന്നവര്. മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചവർ മരിച്ചുപോയി, എന്നാൽ കർത്താവായ യേശുവിനെ ഭക്ഷിക്കുന്നവർ ജീവിക്കും എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. മന്ന ഭക്ഷിച്ചവർ മരിച്ചുപോയി, എന്നാൽ ഈ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. കർത്താവിനെ ഓരോ ദിവസവും നമ്മൾ ഭക്ഷിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹവും ആശീർവാദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.